College Kochi, Mundamberi near Thoppumadi, Kochi. Contact 0484298067 7902980067. ചെല്ലാനത്തെ കടലാക്രമണം രൂക്ഷമായി തുടരുന്നു. റോഡ് ഉപരോധിച്ച് ജനം. ചെല്ലാനം കണ്ണമാലിയിൽ കടൽക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. തീരദേശവാസികൾ ഭയചകിതരായി നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന റോഡ് ഉപരോധത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പായില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജനം ചൊവ്വാഴ്ചയും റോഡ് ഉപരോധിച്ചു. രാവിലെ 6 മണി മുതൽ ചെറിയ കടവിലും കണ്ണമാലിയിലുമാണ് റോഡ് ഉപരോധ സമരം നടന്നത്. തുടർന്ന് കൊച്ചി തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടീസ് ചെറിയ കടവിലെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. ചെറിയ കടവിൽ റോഡ് ഉപരോധിച്ചതോടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ടെട്രോപാഡ് നിർമ്മാണം സംബന്ധിച്ച ADB വായ്പ അനുവദിച്ചിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് ജൂലൈ 3-ാം തീയതി ഉന്നതതല യോഗം ചേരാനിരിക്കുകയാണെന്നും തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടീസ് പ്രതിഷേധക്കാരോട് പറഞ്ഞു. ജില്ലാ കളക്ടറുമായി സംസാരിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കാത്തതും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉളവാക്കിയിട്ടുള്ളത്. ജിയോ ബാഗിന് പകരം കരിങ്കൽ അടിച്ചാൽ മതിയെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. 1.5 കോടി രൂപ മുടക്കി ജിയോ ബാഗ് സ്ഥാപിക്കുന്നതിനേക്കാൾ നല്ലത് കരിങ്കൽ അടിക്കുന്നതാണ്. അപ്പോൾ ടെട്രോപാഡ് നിർമ്മാണ സമയത്ത് ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നും പ്രതിഷേധക്കാർ കൊച്ചി തഹസിൽദാരോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കളക്ടറെ ധരിപ്പിക്കാമെന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടീസ് ഉറപ്പു നൽകി. തോടുകളിൽ നിന്നുള്ള എക്കലുകൾ കടൽ തീരത്തേക്ക് പമ്പ് ചെയ്താൽ കടൽക്ഷോഭത്തിന്റെ ആക്കം കുറക്കുവാൻ കഴിയുമെന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ജോസഫ് ആന്റണി ഹെർട്ടീസ് പ്രതിഷേധക്കാരോട് വ്യക്തമാക്കി. ഇതോടെ ചെറിയ കടവിലുള്ള പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. എല്ലാ സാധനവും നശിഞ്ഞു, ഞങ്ങളുടെ വീട് വരെ നശിഞ്ഞു. ഞങ്ങൾക്ക് ഒരിടവും ഇല്ല പോയി കിടക്കാൻ. ഞങ്ങൾ എന്ത് ചെയ്യും? സർക്കാർ ഞങ്ങളെ കാണണ്ട. അവരുടെ കണ്ണിലും മണ്ണാണ് വീണേക്കണം. ഞങ്ങളെ കാണുന്നില്ല. ഞങ്ങൾ ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. ഞങ്ങൾ കണ്ട വീട്ടിൽ കിടന്ന് കലം കഴുകി ഉണ്ടാക്കണ സാധനമാണ് ഇതെല്ലാം പോണം. എന്നാൽ കണ്ണമാലിയിൽ പ്രതിഷേധം തുടർന്നു. ന്യൂസ് ബ്യൂറോ, ചെല്ലാനം.